എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Wands, Three of Pentacles, Queen of Wands, Ace of Cups, Seven of Cups, Ten of Cups. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്ന സമയമാണ്. 4 of Wands and 7 of Cups എനർജിയാണ്. ഈ മാസം പലരെ സംബന്ധിച്ച് ആഗ്രഹസബലീകരണത്തിൻ്റെ മാസം എന്ന് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങൾ, പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രണയ സാക്ഷാത്കാരം, അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാണ്. വിവാഹം മറ്റു കാര്യങ്ങളിലേക്ക് ആഗ്രഹിച്ച പോലൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി. പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ടുള്ളൊരു വിവാഹമാണ്. അത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പൊതുവിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുന്ന എന്തോ അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജീവിതം ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ലിവിങ് ലൈഫ് ഓൺ യുവർ ഓൺ ടേംസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ സംതൃപ്തി. പിന്നെ പല സദസ്സുകളിലും സംസാരിക്കാനുള്ള അവസരം ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ മറ്റുള്ളവർ സംസാരിക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ അതുപോലുള്ള കാര്യങ്ങൾ, ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ മറ്റ് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കൗൺസിലർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്ന തലത്തിലേക്കുള്ള അങ്ങനെ അത് സംബന്ധിക്കുന്ന തരത്തിലുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗങ്ങൾ, മറ്റുള്ളവരുടെ സ്റ്റേജിൽ കയറുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെയുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കമ്മ്യൂണിറ്റിയുടെയും സൗഹാർദ്ദപരമായിട്ടുള്ള പല സാമൂഹികമായിട്ടുള്ള പല സംഘടനകളുടെയും ഒക്കെ ഭാഗമായിട്ട് നിൽക്കാനും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം. ചില ആളുകൾ പൊളിറ്റിക്സിലായിരിക്കും, രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനയുടെ ഭാഗമായിട്ട് ഒക്കെ പ്രവർത്തിക്കുക. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രസംഗങ്ങളാവാം. ഒത്തിരി പ്രസംഗങ്ങളും സ്റ്റേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത്, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് നിങ്ങളുടെ വഴികളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വാക്ചാതുര്യം വളരെ കൂടുതലുള്ള സമയമായതുകൊണ്ട് ഏത് ലെവലിലായാലും ഇതുപോലെയുള്ള പ്രസംഗങ്ങളിലായിക്കൊള്ളട്ടെ, ജോലിയിലാണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവുകൾ എന്തായിരുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സംഭാഷണങ്ങൾ വളരെയധികം ചാതുര്യമുള്ളത് കൊണ്ട് തന്നെ സെയിൽസ്, മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം സാഹചര്യം നല്ലൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു ഈ വഴികളിലൂടെ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ ഉള്ളവർക്കും ഒക്കെ നല്ല സമയമാണ് ഈ ഒരു മാസം. പിന്നെ 3 of Pentacles and Ace of Cups എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, മാതാപിതാക്കളാവാം, മറ്റുള്ളവരിൽ നിന്നൊക്കെയൊരു സപ്പോർട്ട് കിട്ടുന്നത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. മാനസികമായിട്ട് ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. കാരണം നിങ്ങൾ പൊതുവിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുന്ന അത്രത്തോളം മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും നിങ്ങളോട് യോജിച്ച് നിൽക്കുന്നു മറ്റുള്ളവർ.
അതേപോലെ നിങ്ങളോട് താല്പര്യം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു, നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യങ്ങളോട് അടുപ്പം ഒക്കെ കൂടുതലായിട്ട് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി സന്തോഷമാണ്. അതേപോലെ തന്നെ 10 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ബിസിനസ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫാമിലി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം സാധ്യതകളാണ്. ഫാമിലി ബിസിനസ്സൊക്കെ ഒത്തിരി ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് എങ്കിൽ ഫെബ്രുവരി മാസം, ഈ ഒരു മാസം നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ഈ ഒരു ബിസിനസ്സും ഒരു ഫാമിലി ബിസിനസ്സായിട്ട് വലിയ രീതിയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സായിട്ട് മാറാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ഒരു പാരമ്പര്യമായിട്ടൊരു അടുത്ത വരുന്ന തലമുറയിലേക്ക് പകർന്നു നൽകാൻ പറ്റുന്ന തലത്തിലേക്ക് നിങ്ങൾക്കത് കൊണ്ടെത്തിക്കാൻ പറ്റും, സ്വയം ഒരു വിശ്വാസവും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ. അതേപോലെ ഫണ്ടിങ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാഹചര്യങ്ങൾ, പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നു, അല്ലെങ്കിൽ ചുറ്റും പല ആളുകളുടെ പല കൊലാബറേഷൻസോ പാർട്ട്ണർഷിപ്പോ മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിസിനസ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അടുത്ത സ്റ്റെപ്പ് വരെയാണ്. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, പുതിയൊരു ബിസിനസ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏത് ഫീൽഡിലാണ് ബിസിനസ് ഉള്ളത്, പുതിയൊരു ഫീൽഡിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് ഫീൽഡിൽ നിന്ന് ബാങ്കിങ് സെക്ടറിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എങ്ങനെയായാലും ആ ഒരു ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് പോയി അവിടെയും ബിസിനസ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്യൂറോഫോൺസ് ആൻഡ് 7 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സിനിമ സീരിയൽ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സമയമാണ്. അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് നിൽക്കേണ്ടി അങ്ങനെയുള്ള ഒരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റേജ് പെർഫോമൻസസ്, അങ്ങനെ ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് ഈ ഒരു മാസം. അങ്ങനെയുള്ള മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെയധികം സാധ്യതകൾ ഉള്ളതാണ്. സീരിയൽ മേഖലയിൽ അഭിനയവും ഡയറക്ഷൻ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഉയർച്ച കാണുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അടുത്തിടയ്ക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ സ്ഥിരമായിട്ട് ഇനി കുറച്ചധികം നാളത്തേക്ക് വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് കപ്സ് ആൻഡ് 10 ഫോർ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ ഒരു അടുക്കും ചുറ്റും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കുകയാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഒരു ഫാമിലിയും, അതായത് കുടുംബവും പിന്നെ മറ്റുള്ളവരും എന്നുള്ളൊരു സാഹചര്യം. അതായത് ചില ആളുകൾ അടുത്തിടയ്ക്ക് വിവാഹം കഴിക്കാൻ പോകുന്നവരോ കഴിച്ചിട്ടുള്ളവരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില സംഭാഷണങ്ങൾ കുടുംബത്തിലോ ബന്ധുക്കളുടെ ഇടയിലോ ഉണ്ടായേക്കാം. ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാകും, പെട്ടെന്ന് തന്നെ കുട്ടികൾ വേണമെന്ന് ചില ബന്ധുക്കളുടെ ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് കുട്ടികളുണ്ടാവില്ല, 2-3 വർഷം അല്ലെങ്കിൽ ഇത്ര സമയം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടേതും നിങ്ങളുടെ ചില ബന്ധുക്കളോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു തർക്കം കാണുന്നുണ്ട്. അപ്പോൾ അതവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ. അല്ലാത്ത പക്ഷം പൊതുവെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുടുംബ അന്തരീക്ഷം ഒത്തിരി സന്തോഷം തരുന്ന ഒരു സാഹചര്യമാണ്. ഫാമിലിയിൽ നിന്ന് മാറി താമസിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പുതിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നുണ്ട്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പലരുടെയും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ വീട് കല്ലിടിയിലായിരിക്കും വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനമാകുന്നു, ലോൺ ലഭിക്കുന്നു. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേജിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.